Listen, today we are going to study about insects. Okay. Okay. Yes. Listen, arthropods are animals that do not have vertebrae. Their bodies are divided into three main parts: head, thorax, and abdomen. All insects are arthropods. എന്താ പറഞ്ഞേ? എല്ലാ ഇൻസെക്ട്സും, ഇൻസെക്ട്സ് മീൻസ് പ്രാണികൾ അല്ലെങ്കിൽ എല്ലാ ഇൻസെക്ട്സും എന്താണ്? ആർത്രോപോഡ്സ് ആണ്. എന്താ മക്കളെ ആർത്രോപോഡ്സ് എന്ന് പറഞ്ഞാല്? എന്താ ആർത്രോപോഡ്സ്? Arthropods are the animals that do not have vertebrae. അത് നട്ടല് മുതുകല്ലൊന്നും ഇല്ലാത്ത ഇൻസെക്ട്സിനെയാണ് അല്ലെങ്കിൽ ആനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയാ? ആർത്രോപോഡ്സ് എന്ന് പറയാ. മനസ്സിലായോ? Arthropods are the animals that do not have vertebrae. Okay, അതായത് നട്ടലും മുതുകല്ലൊന്നും ഇല്ലാത്ത ആനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയാ? Arthropods എന്ന് പറയുക. Okay. Their bodies are divided into three parts. Then bodies of arthropods are divided into three. Which are the three parts of arthropods? Head, thorax, and abdomen. Okay. Head, thorax, and abdomen. Mislayo. What is arthropods? Arthropods are the animals that do not have vertebrae. അതായത് വെർട്ടിബ്രേറ്റ്, അതായത് നമ്മുടെ നട്ടലും മുതുകലും ഒന്നും ഇല്ലാത്ത ആനിമൽസിനെയാണ് നമ്മൾ ആർത്രോപോഡ്സ് എന്ന് പറയാം. ഓക്കെ. ദ ബോഡീസ് ഓഫ് ആർത്രോപോഡ്സ് ഡിവൈഡഡ് ഇൻടു ത്രീ. ദ ബോഡീസ് ഓഫ് ആർത്രോപോഡ്സ് ഡിവൈഡഡ് ഇൻടു ത്രീ, such as head, thorax, and abdomen. മനസ്സിലായോ? ഹെഡ് മീൻസ് തല. തൊറാക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? നമ്മുടെ ചങ്കിന്റെ ഭാഗമില്ലേ? പ്രാണികളുടെ ഒക്കെ ചങ്കിന്റെ ഭാഗമില്ലേ? അതായത് നമ്മുടെ ചിറകും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന പാർട്ടില്ലേ? അതിനെയാണ് നമ്മൾ തൊറാക്സ് എന്ന് പറയാ. അബ്ഡോമെൻ മീൻസ് അടിവയറ്, നമ്മുടെ വയറിന്റെ അടിവശമില്ലേ? ആ വശം. മനസ്സിലായോ? വരുന്നേ? ഗുഡ് മോർണിംഗ് മിസ്. നോട്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. Good evening. Yes. Harinand Harish, we started our class today. Okay. Miss, 1 minute. Yes, Parno. I leave it. What happened? In my computer I am going. Huh? I am going in computer now. Power. Okay. Yes, listen. We are going, we studied about arthropods. Arthropods are the animals that do not have vertebrae. Then these animals, these bodies of animals can be divided into three main parts, such as head, thorax, and abdomen. Head, thorax means changinte bhagam, നെഞ്ചിന്റെ ഒക്കെ ഭാഗം. Then abdomen means അടിവയർ, വയറിന്റെ അടിവശം. Okay, മനസ്സിലായോ? അപ്പം ആർത്രോപോഡ്സ് ആനിമൽസിന് എന്തുണ്ടാവില്ല? നട്ടലും മുതുകല്ല് അങ്ങനെയുള്ള എല്ലും അസ്ഥിയൊന്നും ഉണ്ടാവാത്ത ആനിമൽസിനെയാണ് നമ്മൾ പറയാ ആർത്രോപോഡ്സ് എന്ന് പറയാ. മനസ്സിലായില്ലേ മക്കളെ? മനസ്സിലായോ? യെസ്. Then read, next one, all insects are arthropods. അപ്പം എല്ലാ ഇൻസെക്ട്സും, എല്ലാ പ്രാണികളും എന്താണ്? ആർത്രോപോഡ്സ് ആണ്. അത് നിങ്ങൾക്ക് എന്തില്ല? The insects has no vertebrate. Insects do not have vertebrate. Okay. Insects vertebrate ഇല്ലാത്തതുകൊണ്ട് insects എന്താണ്? Arthropods ആണ്. Okay. Yes. Then read the clues and pick the names of insects being referred to. We can see different names of insects are the following. We read the clues and pick the correct answer. Okay. We can read the clues and find the correct answers. Okay. Yes. First clue, I am going to read the first clue. It resembles a twig and is probably world's longest insect. Then ഞാൻ വായിക്കാം അതിന്റെ ഓപ്ഷൻ. Leaf insect, termite, cricket, stick insect. Stick insect. Leaf insect എന്ന് പറയുന്നത്
Option D. ഇൻസെക്ട്സ് ആർ ഇൻ ലീഫ്. അതായത് ലീഫിൽ ഉണ്ടാവുന്ന പ്രാണികളാണ് ലീഫ് ഇൻസെക്ട് എന്ന് പറയാ. സെക്കൻഡ് വൺ ടെർമൈറ്റ്. ടെർമൈറ്റ് മീൻസ് ചിതൽ. ചിതലില്ലേ, ചെതലിനെ അറിയില്ലേ, ചെതല്, അതിനെയാണ് നമ്മൾ ടെർമൈറ്റ് എന്ന് പറയാ. ക്രിക്കറ്റ്. ക്രിക്കറ്റ് മീൻസ് സീവീഡ്. പ്രാണി ഒച്ച ഉണ്ടാക്കുന്ന ഒരു പ്രാണിയില്ലേ. യെസ്. ലാസ്റ്റ് വൺ സ്റ്റിക്ക് ഇൻസെക്ട്. ലാസ്റ്റ് വൺ സ്റ്റിക്ക് ഇൻസെക്ട്. സ്റ്റിക്ക് ഇൻസെക്ട് എന്ന് പറഞ്ഞാല് എന്താ പറയാ, സ്റ്റിക്ക്, വടിയുടെ ഒക്കെ ആകൃതിയിലുള്ള പ്രാണികളെ കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടാ പെട്ടെന്ന് നമുക്ക് സ്റ്റിക്കാൻ തോന്നുന്ന രീതിയിലുള്ള കണ്ടിട്ടില്ലേ? ജസ്റ്റസ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ജസ്റ്റസ് പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹെവനും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, അവനും കൂടെ ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. ഹെവനും ഹരിനന്ദും ജോയിൻ ചെയ്യുന്നുണ്ട്, അവരും കൂടെ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? ഇല്ല, 3 minutes only. Okay. I discuss once more. All of you listen here. We discussed about arthropods. Arthropods are the animals. They do not have vertebrae. അതായത് നട്ടെല്ലും മുതുകലൊന്നും ഇല്ലാത്ത, വാരിയലും അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ലാത്ത പ്രാണികളെയാണ് നമ്മൾ എന്ത് പറയാ, ആർത്രോപോഡ്സ് എന്ന് പറയാ. Arthropods are the animals. They do not have vertebrae. Okay? All insects are arthropods. എല്ലാ പ്രാണികളും എന്താണ്, arthropods ആണ്. Okay? മനസ്സിലായോ? Then bodies of arthropods can be divided into 3 parts. അതായത് ആർത്രോപോഡ്സിന്റെ ശരീരത്തെ 3 ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്, thorax and abdomen. Okay? The bodies of arthropods divided into 3 parts. Head, thorax and abdomen. Head, thorax എന്താണ്, നെഞ്ചിന്റെ ഭാഗമില്ലേ, നെഞ്ചിന്റെ, അതിനെയാണ് നമ്മൾ thorax എന്ന് പറയാ. ഹെവൻ കേൾക്കുന്നില്ലേ? thorax എന്ന് പറയുന്നത് നെഞ്ചിന്റെ ഭാഗത്തെയാണ്. യെസ്. പിന്നെയോ abdomen means അടിവയറില്ലേ, നമ്മുടെ വയറിന്റെ അടിവശം. യെസ്, അതിനെയാണ് നമ്മൾ abdomen എന്ന് പറയാ. ഓക്കെ? മനസ്സിലായോ? അപ്പൊ ആർത്രോപോഡ്സിന്റെ 3 ശരീരഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ഹെഡ്, thorax and abdomen. thorax എന്ന് പറഞ്ഞ എന്താ, നെഞ്ചിന്റെ, ചെസ്റ്റിന്റെ ഒക്കെ ഭാഗം, ചിറകും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ജോയിൻ ചെയ്യുന്നില്ലേ, ആ വശം. abdomen എന്ന് പറഞ്ഞാൽ വയറിന്റെ അടിവശം, അടിവയർ. ഓക്കെ? മനസ്സിലായില്ലേ? യെസ്. ഇനി we can see some clues and also some names of some animals or insects. First question, it resembles a twig and is probably the world's longest insect. അതായത് ലോങ്സ്റ്റ് ഇൻസെക്ട് ഏതാണെന്ന് നോക്കുക. ലീഫ് ഇൻസെക്ട്. ലീഫ് ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ ഇലകളിൽ കാണുന്ന പ്രാണികള്. ടെർമൈറ്റ് മീൻസ് ചിതൽ. വേണമെങ്കിൽ ആ നോട്ടിന്റെ സൈഡില് മലയാളത്തിൽ എഴുതിക്കോ. ടെർമൈറ്റ് മീൻസ് ചിതൽ. തേർഡ് വൺ ക്രിക്കറ്റ്. ക്രിക്കറ്റ് മീൻസ് ചീവീട് ഇല്ലേ, ചീവീട്, ആ ഒരു ഒച്ച ഉണ്ടാക്കുന്ന സാധനം, ചീവീട്. ക്രിക്കറ്റ് മീൻസ് ചീവീട്. ലാസ്റ്റ് വൺ സ്റ്റിക്ക് ഇൻസെക്ട്. സ്റ്റിക്ക് ഇൻസെക്ട് എന്ന് പറഞ്ഞാല് കണ്ടാല് വടി പോലെ, അതായത് സ്റ്റിക്കിനെ പോലെ തോന്നുന്ന പ്രാണികൾ. ഇതിൽ ഏതായിരിക്കും വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് ഇൻസെക്ട്? ഓക്കെ. ഹരിനന്ദേ, ഡൗട്ട് ഉണ്ടോ? നോ. യെസ്. ദെൻ ടെർമൈറ്റ് മീൻസ് ചിതൽ, ക്രിക്കറ്റ് മീൻസ് ചീവീട്, സ്റ്റിക്ക് ഇൻസെക്ട് മീൻസ് കണ്ടാല് സ്റ്റിക്ക് പോലെ തോന്നുന്ന പ്രാണികള്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ഈസ് സ്റ്റിക്ക് ഇൻസെക്ട്. ഓക്കെ? ഓക്കെ. Then next one, it invades the nest of other animals to capture and enslave the worker ants. എന്താ പറഞ്ഞേ? It invades the nest of other animals. Other animalsന്റെ കൂടൊക്കെ പിടിച്ചെടുക്കും. And enslave the worker ants. ഏതായിരിക്കും? Amazon ant. Amazon ant means a type of ant. Then second one, honeybee. Honeybee means തേനീച്ച. ladybird. ladybird-നെ കണ്ടിട്ടുണ്ടോ മക്കളെ? എന്താ ladybird എന്നറിയോ? നമ്മുടെ ഈ ചെടികളിലൊക്കെ ചുമന്ന ഒരു സാധനത്തിന് കുത്തൂത്തുള്ള സംഭവം ഇല്ലേ? യെസ്, അതാണ് ladybird.
ഇപ്പൊ ലേഡി ബേർഡ്. ഫോർത്ത് വൺ വാസ്പ്. എന്താ വാസ്പ് എന്ന് പറഞ്ഞാല്? വാസ്പ്. ആതിര ഈസ് റെഡി ടു സേ ദ ആൻസർ. എന്താ ആതിര? അൺമ്യൂട്ട്. കടന്നൽ. കടന്നൽ. വാസ്പ് മീൻസ് കടന്നൽ. ഇതിൽ ഏതായിരിക്കും? Invades the nest of other animals to capture and enslave the work ants. Correct answer ഏതായിരിക്കും? Wasp ആണോ? ആണോ? Which is അല്ല. Invades the nest of other ants to capture and enslave the worker ants. Honeybee ആയിരിക്കോ? Yes, Harinand is ready to say the answer. Okay, Harinande പറഞ്ഞോ. Which is the correct answer, Harinand? Honeybee. Honeybee ആണോ? തന്നെ കൂടാതെ. എന്താ ആമസോൺ ആണോ? അറിയില്ല, എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ മലയാളം എന്ന് പറഞ്ഞു തരും. നിങ്ങൾ ഇതിന്റെ ആൻസർ കണ്ടെത്തണം. അതായത് ആമസോൺ ആൻഡ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ആൻഡ് ആണ്. ഹണീബി ആണോ? Honeybee invades the nest of other ants to capture and enslave the worker ants. ആണ് അങ്ങനെയാണോ? ലേഡി ബേർഡ് ആണോ? വാസ്പ് ആണോ? Yes, Justice is raising his hand. പറഞ്ഞോ ജസ്റ്റസേ. Unmute, unmute. Please unmute. ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. പസിലൊക്കെ എവിടെ? പസില് ഇപ്പൊ പഠിപ്പിക്കുന്നതിന്റെ ഇടതുഭാഗത്ത് SOS എഴുത്. മോനെ സത്യം പറയാം, എനിക്കൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ്, അതിൽ കാണുന്നില്ലടാ. ഇവിടെ ടെക്സ്റ്റ് കിട്ടിയില്ല. വേറെ ഉണ്ടോ? പസിൽ ഉണ്ടോ? നോക്കാം. ഐ വിൽ ചെക്ക് ആഫ്റ്റർ മൈ ക്ലാസ്. ഓക്കെ, നോക്കാം. എന്റെ കയ്യിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് ആണ്, കണ്ടോ? അതുകൊണ്ട് അറിയില്ല, നോക്കാം. യെസ്. Then listen. Then third one ന്റെ ക്ലൂന്റെ മലയാളം ഞാൻ പറഞ്ഞുതരാം. ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച സെക്കൻഡ് വണ്ണിന്റേത്. Third one, this insect is small that it can pass through closed doors and windows. സെക്കൻഡിന്റെ ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ? ഹണീബി ആണോ? അല്ലല്ലോ. ലേഡി ബേർഡ് ആണോ? കടന്നലാണോ? പിന്നെ ഏതാ കറക്റ്റ് ആൻസർ? ഇവിടെ അശ്വിനി സെയിം ആമസോൺ ആൻഡ് ഈസ് കറക്റ്റ്. കടന്നലാണോ? യെസ്, പറഞ്ഞോ ആതിര. അൺമ്യൂട്ട് ചെയ്ത മോളെ. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മോസ്കിറ്റോ. സെക്കൻഡ് വണ്ണിന്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. കണ്ടുപിടിച്ച് മെല്ലെ വാട്സാപ്പിൽ ഇട്ട് തന്നാൽ മതി. പ്ലീസ് ഫൈൻഡ് ആമസോൺ ആൻഡ്. ഓക്കെ, യെസ്. ശ്രീ വിഷ്ണു എന്താടാ? അൺമ്യൂട്ട് ചെയ്തേ മോനെ. ശ്രീ വിഷ്ണു. സെക്കൻഡിന്റെ ഉത്തരം ആമസോൺ ആൻഡ് ആണ്. അതെ. Then third one, this insect is so small that it can pass through closed doors and windows. അതായത് ഒരു ഇൻസെക്ട്, it is so small, വളരെ ചെറുതാണ്, that it can pass through closed doors and windows. അതായത് അടച്ചിട്ട വാതിലിന്റെയും ജനലിന്റെയും ഒക്കെ ഇടയിലൂടെ കയറി പോകാൻ കഴിവുള്ള ഏറ്റവും ചെറിയ ഇൻസെക്ട് ഏതാണ്? അല്ല. ഓപ്ഷൻ termite. Termite means ചതൽ. നോസിയം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മുടെ മറ്റേ കാണാൻ പറ്റാത്തൊരു ജീവി. കണ്ണുകൊണ്ട് കാണാൻ പറ്റും, പക്ഷെ കുത്തി കഴിഞ്ഞാൽ ഭയങ്കര ഇതല്ലേ. സെക്കൻഡ് വൺ. തേർഡ് വൺ മോസ്കിറ്റോ. തേർഡ് വൺ ഫ്ലീ. ഫ്ലീ മീൻസ് ചെള്ള്. എഴുതിക്കോ. ഫ്ലീ എന്ന് പറഞ്ഞാൽ എന്താ? ചെള്ള്. യെസ്. ഹരിനന്ദേ പറഞ്ഞ മോനെ. അൺമ്യൂട്ട് ചെയ്തേടാ. നോസിയം. ഓക്കെ, എന്തായിരുന്നു ആതിര പറഞ്ഞു? അൺമ്യൂട്ട് ചെയ്തോ ആതിര. പ്ലീസ് അൺമ്യൂട്ട്. നോസിയം അല്ലെങ്കിൽ മോസ്കിറ്റോ. മോസ്കിറ്റോ അല്ല, കാരണം നോക്ക്. അതായത് ടെർമൈറ്റ് മീൻസ് ചതൽ. ചതലിന് പറ്റുവോ? ചതലല്ലോ. മോസ്കിറ്റോ മീൻസ് കുറച്ച് വലുതാണ്.
ഫ്ലീ മീൻസ് ചെള്ള്. ചെള്ളിന് പറ്റുമോ? നോസിയം എന്ന് പറഞ്ഞാൽ കാണാനൊന്നും പറ്റാത്ത ഏറ്റവും ചെറിയൊരു സാധനമാണ്. അപ്പൊ ഏതായിരിക്കും? നോസിയം. ആ ഓക്കെ. എന്തായിരുന്നു വരുന്നുണ്ടേ? പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്തവനെ. ഹരിനന്ദ് പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തടാ. അതിന്റെ പേര് തന്നെയുണ്ട്. ആ അതന്നെ, അതിന്റെ പേരിൽ തന്നെയുണ്ട്. അതന്നെ. യെസ്. Then next one, fourth one, it is a nocturnal brown insect found in dirty kitchens. അതായത് ഒരു നൊക്ടേണൽ ഇൻസെക്ട് ആണ്. അതിനെ നമ്മൾ ബ്രൗൺ കളറിൽ കാണാം. എവിടെ കാണും? ഡേർട്ടി കിച്ചൺ, വൃത്തിയൊന്നും ആക്കാത്ത അടുക്കളയിൽ കാണുന്ന ഇൻസെക്ട്. നോക്ക്, കോക്രോച്ച്. കോക്രോച്ച് മീൻസ് പാറ്റ. ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി അറിയാം. മോത്ത് മീൻസ്, മോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈയാമ്പാറ്റിൽ ഈയല്, അതിനാണ് മോത്ത് എന്ന് പറയാ. ബീറ്റിൽ മീൻസ് വണ്ട്. വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? യെസ്, നിജാദ് ഈസ് റെഡി ടു സേ ദ ആൻസർ. യെസ്, നിജാദെ പറഞ്ഞു. പ്ലീസ് അൺമ്യൂട്ട്. കോക്രോച്ച്. ജസ്റ്റ് ആസ് ശ്രീ വിഷ്ണു ആസ് കോക്രോച്ച്. എന്തായാലും പിന്നെ ഏതായിരുന്നു? പിന്നെ ഗ്രാസ് ഹോപ്പർ അല്ല, മോത്തല്ല, ബീച്ചിലല്ല. അപ്പം കറക്റ്റ് ആൻസർ ഈസ് കോക്രോച്ച്. Then fifth one, this insect found in Madagascar has sparkling windows. ഈ ജീവിനെ മഡഗാസ്കർ ദ്വീപിൽ കാണും. സ്പാർക്ലിംഗ് മീൻസ് അതായത് സ്പാർക്കിൾ ചെയ്യുന്ന ചിറകുകളുള്ള ജീവിയാണ്, ഇൻസെക്ട് ആണ്. ബട്ടർഫ്ലൈ, സൺസെറ്റ് മോത്ത്, ഡ്രാഗൺ ഫ്ലൈ, ഫയർഫ്ലൈ. ബട്ടർഫ്ലൈ പൂമ്പാറ്റ, ഡ്രാഗൺ ഫ്ലൈ അറിയാലോ തുമ്പി പോലുള്ള തുമ്പി, ഫയർഫ്ലൈ, സൺസെറ്റ് മോത്ത്. ഏതായിരുന്നു? ആരാ? യെസ് ഹെവൻ പറയാനാണോ? യെസ് ഹെവൻ പറഞ്ഞോ. ഫയർഫ്ലൈ ആണോ? യെസ് ഹരിനന്ദ് പറ. സൺസെറ്റ് മോത്ത്. ഓക്കെ. ദെൻ ശ്രീ വിഷ്ണു പറയാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? അൺമ്യൂട്ട്. ഫയർഫ്ലൈ ആണോ? അതായത് ബട്ടർഫ്ലൈ, സൺസെറ്റ് മോത്ത്. സൺസെറ്റ് മോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഈയാമ്പാറ്റല്. അപ്പൊ ഇൻസെക്ട് മഡഗാസ്കർ ദ്വീപിൽ കാണുന്ന സ്പാർക്ലിംഗ് വിൻസ് ജീവി ഏതായിരുന്നു? ജസ്റ്റ് പറഞ്ഞോ. ഡ്രാഗൺ ഫ്ലൈ. സൺസെറ്റ് മോത്ത്. ഓക്കെ. യെസ്. ആതിര പ്ലീസ് വെയിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ ആതിരക്ക് ടൈം വരാട്ടോ. ആതിര, നെക്സ്റ്റ് വൺ. A swarm of this insect can travel long distances and destroy crops. A swarm of this insect can travel long distances and destroy crops. നമ്മളെ വിളകളൊക്കെ നശിപ്പിക്കുന്ന സാധനം. കോക്രോച്ച്, മാഗോട്ട്. എന്താ മാഗോട്ട് എന്ന് പറഞ്ഞാല്? വെട്ടുകിളി ഇല്ലേ? വെട്ടുകിളി. ലോക്കസ്റ്റ് എന്ന് പറഞ്ഞാ സോറി, മാഗട്ട് എന്ന് പറഞ്ഞാല് പുഴുവാണ്. ലോക്കസ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളി, ഗ്രാസ് ഹോപ്പർ. വിച്ച് വൺ ഈസ് കറക്റ്റ് ആൻസർ? ലോക്കസ്റ്റ്. ഓപ്ഷൻ സി. വെട്ടുകിളി അല്ലെ? ആ വെട്ടിലില്ലേ? ആ വെട്ടില് നമ്മുടെ തെങ്ങിന്റെ ഒക്കെ പൂങ്ങിന്റെ കൊലയൊക്കെ നശിപ്പിക്കുന്ന സംഭവം ഇല്ലേ? വെട്ടില്. യെസ് പറഞ്ഞോ ആതിര. അൺമ്യൂട്ട് ചെയ്ത മോളെ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി, ലോക്കസ്റ്റ്. എന്താ മാഗോട്ട് എന്ന് പറഞ്ഞാലെന്നറിയോ? പുഴു ഇല്ലേ? കൃമി, പുഴുവിനെയൊക്കെയാണ് നമ്മള് മാഗോട്ട് എന്ന് പറയാ. ലോക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളി, ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി, കോക്രോച്ച്, പാറ്റ. അപ്പൊ കറക്റ്റ് ആൻസർ ഈസ് ലോക്കസ്റ്റ്. ഓക്കെ. യെസ്. നെക്സ്റ്റ് വൺ, സെവൻത് വൺ. Seventh question is for Shanif. Shanif will say the answer of the seventh question. Seventh question is, this insect has a red back with black spots and is found on leaves and small plants. അതായത് ഈ ഇൻസെക്റ്റിന്റെ
പുറത്ത് ചുമന്ന പുറത്ത് എന്തുണ്ടാവും? ബ്ലാക്ക് കുത്തുണ്ടാവും. ഫൗണ്ട് ഓൺ ലീവ്സ് ആൻഡ് സ്മോൾ പ്ലാന്റ്സ്, ചെറിയ ഇലകളിലും ചെടികളിലൊക്കെ കാണുന്നതാണ്. ഷനീഫ് പറയും. ഷനീഫ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ആൻസർ പറഞ്ഞേ. ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ ആണോ? നോ. യെസ്, നിജാദ് പറഞ്ഞോ. ഭയങ്കര കോമ്പറ്റീഷൻ ആണല്ലോ ജി കെ പഠിക്കാൻ. യെസ് പറഞ്ഞോ. ലേഡി ബേർഡ്. ലേഡി ബേർഡ്. ഓക്കെ, ലേഡി ബേർഡ് അതിനെ കണ്ടിട്ടില്ലേ? ചെടികളുടെ ഇടയിലൊക്കെ ചുമന്ന ഒരു ചെറിയ സാധനം, അതിന്റെ മുകളിൽ എന്തുണ്ടാവും? കറുത്ത കുത്തുകൾ ഉണ്ടാവും അല്ലേ? യെസ്. ഇനി എന്താ കാറ്റിഡിഡ് എന്ന് പറഞ്ഞാല് മക്കളെ? കാറ്റിഡിഡ് എന്ന് പറഞ്ഞാൽ എന്താ കാറ്റിഡിഡ് എന്ന് പറഞ്ഞാല്? ഈ ചിറകുകളുള്ള പച്ച കുതിരേനെയാണ് കാറ്റിഡിഡ് എന്ന് പറയാ കേട്ടോ. ചിറകുകളൊക്കെ ഉള്ള പച്ച കുതിരേനെയാണ് കാറ്റിഡിഡ് എന്ന് പറയാ. പിന്നെ ഓർക്കിഡ് മാൻഡീസ് എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് പോലുള്ള ഒരു പ്രാണിയാണ്. ഓർക്കിഡിന്റെ പോലത്തെ വയലറ്റും വെള്ളയും കളറുള്ള ഒരു പ്രാണി. വെൻ യു ആർ ഫ്രീ പ്ലീസ് സെർച്ച് ടു യൂട്യൂബ്. ഓക്കെ, യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ആ പ്രാണിയുടെ ചിത്രം കാണാൻ പറ്റും. ഓർക്കിഡ് മാൻഡീസ്. ഓക്കെ, ക്ലിയർ? Yes, correct answer is ladybird. Then eighth one, it is a brown or green harmless insect that lives among grasses. പുല്ലിൽ ജീവിക്കുന്ന ബ്രൗണോ അല്ലെങ്കിൽ പച്ച നിറമുള്ള ഹാംലെസ് ഇൻസെക്ട് ഏതാ? കാറ്റർപില്ലർ, മോത്ത്, ഗ്രാസ് ഹോപ്പർ, സിക്കാഡ. എന്താ സിക്കാഡ എന്ന് പറഞ്ഞാൽ? ചീവീട്. പറഞ്ഞോ. Heaven. Yes, Heaven is ready to say the answer. Heaven പറഞ്ഞോ. ഗ്രാസ് ഹോപ്പർ. അതായത് പച്ച നിറത്തിലും ബ്രൗൺ നിറത്തിലും രണ്ട് നിറത്തിലുള്ള ഗ്രാസ് ഹോപ്പർ ഇല്ലേ? കറക്റ്റ് ആൻസർ ഈസ് ഗ്രാസ് ഹോപ്പർ. ഇപ്പൊ നമ്മള് ടുഡേ വി സ്റ്റഡീഡ് ദ നെയിം ഓഫ് ഡിഫറെന്റ് ഇൻസെക്ട്സ്. ഓക്കെ, ടുഡേ വി സ്റ്റഡീഡ് അബൌട്ട് ഡിഫറെന്റ് ഇൻസെക്ട്സ്. വിച്ച് ആർ ദ ഇൻസെക്ട്സ് we studied today? Leaf insect, termite, cricket, stick insect, ladybird, wasp, pinyo, maggot, locust, sunset moth. അല്ലേ? കുറെ എണ്ണത്തിനെ പരിചയപ്പെട്ടില്ലേ? അപ്പൊ these insects are arthropods. Clear? These insects are arthropods. These insects are arthropods. Arthropods are the animals they do not have vertebrae. Okay, arthropods are the animals that they do not have vertebrae. നട്ടലില്ലാത്ത അല്ലെങ്കിൽ മുതുകലില്ലാത്ത വാരിയലില്ലാത്ത പിന്നെ ഇൻസെക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ആർത്രോപോഡ്സ് എന്ന് പറയാ. ഇനി the body of arthropods can be divided into 3 main parts. Okay, Nijade, any doubt? Nijad, ana chocho? Nijade chocho. Question 5 inde ക്ലിയർ ആവുന്നില്ല. മഴയുണ്ട് മോനെ, അതുകൊണ്ടായിരിക്കും. എന്തായിരുന്നു? Miss, question 5 inde answer നമ്മൾ ഗ്രൂപ്പിൽ ഇടണം. ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ അതിന്റെ ആൻസറും ഗ്രൂപ്പിൽ ഇടണം. നോട്ടിൽ ഇന്ന് തന്നെ എഴുതുക. ഓക്കെ, യെസ്. എന്തായിരുന്നു ജസ്റ്റിസ്? ഓർക്കിഡ് മാൻഡീസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു തരം ഇൻസെക്ട് ആണ്. അതിന്റെ കളറ് നമ്മുടെ ഓർക്കിഡ് പൂവില്ലേ, അതിന്റെ അതേ കളർ. ഞാൻ യൂട്യൂബിൽ നേരത്തെ അടിച്ചു കൊടുത്തപ്പോ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പ്രാണിയാ. അതൊരു വെള്ളയും ഒരു തരം വയലറ്റും. മലയാളം പേര് അതിൽ അടിച്ചു കിട്ടിയിട്ടില്ല. ഇത് ഇങ്ങനെയുള്ള പേരൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പേര് തന്നെ, വെട്ടുകിളി അങ്ങനെയുള്ള സംഭവമൊക്കെ കിട്ടുന്നത്. ഓക്കെ, എന്തായിരുന്നു ആതിര? അൺമ്യൂട്ട് ചെയ്ത മോളെ ആതിര. അൺമ്യൂട്ട്
അൺമ്യൂട്ട് മ്യൂട്ട് ആയിട്ടുള്ളത് അൺമ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട്. എന്തായിരുന്നു ആതിര? അൺമ്യൂട്ട് മ്യൂട്ട് ആയിട്ടാണല്ലോ അൺമ്യൂട്ട് ആയിട്ടില്ല. അൺമ്യൂട്ട് ചെയ്തേ മോളെ അൺമ്യൂട്ട് ചെയ്തേ. ആ യെസ് പറ. ഈ നോസിയാമ് മിന്തല്ലേ? ആ മിന്ത് അതന്നെ, ചെറിയൊരു സാധനമില്ലേ പൊടി പോലത്തെ. മിന്ത് മിന്ത് അത് തന്നെ. ഓക്കെ യെസ്, നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? നമ്മുടെ ആർത്രോപോഡ്സ് ആണ്. ആർത്രോപോഡ്സ് ആർ ദ ആനിമൽസ്. They do not have their own vertebrate. They do not have vertebrate. Then these animals, all insects are arthropods, or insects are arthropods. Arthropods animals divided into 3 parts such as head, thorax, abdomen. Okay, head means tala, thorax means നെഞ്ചിന്റെ ഭാഗം, അതായത് ചെറുകളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ആ സംഭവം, കാലൊക്കെ കണക്ട് ചെയ്യുന്നില്ല അത്. പിന്നെ അടിവയർ, അബ്ഡോമൻ മീൻസ് അടിവയർ, വയറിന്റെ അടിവശം. ഓക്കെ, അപ്പൊ എല്ലാ പ്രാണികളും എന്താണ്? എല്ലാ ഇൻസെക്ട്സും എന്താണ്? ആർത്രോപോഡ്സ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ചെയ്യേണ്ട ഹോംവർക്ക് ഇതാണ്. എന്ത് ചെയ്യണം? ക്ലൂ എഴുതുക, അതിന്റെ കറക്റ്റ് ആൻസർ എഴുതുക. ഓക്കെ, റൈറ്റ് ഇൻ യുവർ ഓൺ നോട്ട്ബുക്ക്. പിന്നെ ഒരു കാര്യം പറയാം മക്കളെ, നിങ്ങൾ എന്താ ഹോംവർക്ക് ഒന്നും ഗ്രൂപ്പിലും പേഴ്സണൽ ആയിട്ട് സെൻഡ് ചെയ്യുന്ന കാണുന്നില്ലല്ലോ? കുറെ കുട്ടികളുടെ ഹോംവർക്ക് കിട്ടാനുണ്ട്. ആരായിരുന്നു അതൊക്കെ? ഞാൻ അന്നേ പറഞ്ഞില്ല, എന്റെ പേഴ്സണൽ നമ്പറിലേക്കും കൂടെ സെൻഡ് ചെയ്യണം. കാരണം നമുക്ക് ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജ് വരുന്നതാണ്. എല്ലാവരുടെയും ചിലപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പൊ പേഴ്സണൽ ആയിട്ട് സെൻഡ് ചെയ്യുക. ഗ്രൂപ്പിൽ ഇടുമ്പോൾ ചിലപ്പോൾ കുറെ മെസ്സേജ്, നമുക്കറിയാം രാവിലെ നമുക്ക് ഓൺ ചെയ്താണെങ്കിൽ വൈകുന്നേരം നോക്കുമ്പോൾ ഇഷ്ടം പോലെ മെസ്സേജ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഒരാളുടെ അല്ലെങ്കിൽ രണ്ടാളത് കണ്ടു എന്ന് വരില്ല. ഓക്കെ, അതുകൊണ്ട് പ്ലീസ് സെൻഡ് ടു മൈ വാട്സ്ആപ്പ്. ഓക്കെ, യെസ് പറഞ്ഞു ആതിര. എന്താ മോളെ? ഇത് ഇന്ന് നമ്മ ചെയ്തതില്ലേ, നോട്ടിൽ ചെയ്യണോ? നോട്ടിൽ ചെയ്യണം, ഇന്ന് തന്നെ രാത്രി ചെയ്യണം കേട്ടോ. യെസ്, നമുക്ക് ആ പസിലുണ്ട്. എങ്ങനെ? ഇന്ന് തന്നെ മിസ്സിന് അയച്ചു തരുകയാണോ? അയച്ചു തരണം, ഇന്ന് തന്നെ അയക്കണം. നമ്മുടെ ഹോംവർക്ക്, നമ്മുടെ വർക്കുകളെല്ലാം അന്നന്ന് ചെയ്യാം. നമുക്ക് ബേർഡൻ ആവില്ലല്ലോ. അന്നന്ന് ചെയ്ത് മിസ്സിന് അയച്ചു തരാണെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? പിന്നെ പഠിച്ചാൽ മാത്രം പോരെ അല്ലേ? അവനോ ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നന്ന് ചെയ്യാം. അതായത് കുറച്ചല്ലേ പഠിപ്പിക്കുന്നുള്ളൂ. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് ചെറിയ ടോപ്പിക് അല്ലേ പഠിപ്പിക്കുന്നുള്ളൂ. അത് അന്ന് തന്നെ പഠിക്കുക. അതിന്റെ വർക്ക് അന്ന് തന്നെ ചെയ്യാം. അന്ന് തന്നെ ടീച്ചറിന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ മക്കളെ, അപ്പൊ ലീവ് ചെയ്യട്ടെ, നിർത്താല്ലേ? അടുത്ത ലെസൺ തുടങ്ങാനുള്ള ടൈം ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആർത്രോപോഡ്സ് പഠിച്ചു. ആർത്രോപോഡ്സിന് എന്തില്ല? വെർട്ടിബ്രേറ്റ് ഇല്ല. എല്ലാ ഇൻസെക്ട്സും ആർത്രോപോഡ്സ് ആണ് അല്ലേ? അപ്പം ഡു യുവർ ഹോംവർക്ക് ടുഡേ ഇറ്റ്സെൽഫ് വിത്തൗട്ട് ഫെയിൽ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ വെൻ യു ആർ റൈറ്റിംഗ് in your own notebook, please careful about your spelling mistake. Okay, lot of spelling mistake are there in your notebook. Okay, don't repeat it. Avonde write carefully and neatly also. Okay, മനസ്സിലായില്ലേ? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്, CBSE പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരുമ്പോ കണ്ടാൽ മോശമല്ലേ ആൾക്കാര്? പറഞ്ഞോ ജസ്റ്റസ്. മിസ്സേ, ഇപ്പൊ പഠിപ്പിച്ചതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താന്ന് പറയുമോ? അത് എഴുതാൻ വിട്ടുപോയി. 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? സൺസെറ്റ് മോത്ത്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു. ശ്രീവിഷ്ണു, ജസ്റ്റസ്, ആതിര, ഷനീഫ്, ഹവൻ, നിജാത്ത്, അഫ്രാസ്, യൂസഫ്, all of you, bye bye. Tata. Tata, bye bye. Afras. Okay, bye bye.